Sir, order please. One veg cheese kebab, paneer tikka, mini kebab plate, പിന്നെ one masala lemonade, masala lassi, പിന്നെ ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം. മതിയോ? ആക്ച്വലി ഞാൻ ഡയറ്റിലാണ് ഇപ്പോ. ഡയറ്റ്? സീരിയസ് ആയിട്ട് പറയാ. ഓക്കെ. നീ ഓർഡർ ചെയ്തോ? ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചായിരുന്നു. എന്നാലും സാർ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് പറ്റും? എങ്ങനെയാ? ഞാനും എൻ്റെ ലവറും കൂടി ഇവിടെയാണ് വന്നത് സാർ. പിന്നെ ബില്ല് കിട്ടാൻ വഴിയില്ലാതെ ഇവിടെ തന്നെ ജോലി കയറി. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്കുള്ള ജോലി ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു ദിവസം എന്തായാലും മനസ്സിലാവും. അതെ, എന്താ പറയണമെന്ന് പറഞ്ഞിട്ട്? അത് എന്താ ത്രോട്ട് ഇൻഫെക്ഷനാ? അല്ല, എന്റെ ഹാർട്ട് ഇൻഫെക്ഷൻ. നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇത് ചോദിക്കാനാണോ ഇത്രയും ബിൽഡപ്പ്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ നിന്നോട് പറയാം. ഓക്കെ? എന്താ നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? അത് പ്രേമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ലവ് ഫെയിലിയർ ആയെന്നേ. വാവ്, ലവ് ഫെയിലിയറോ? എനിക്ക് ഈ ലവ് ഫെയിലിയറിന്റെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാ. പ്ലീസ് പ്ലീസ് പറയേ. ഇതിലെന്താ ക്യൂരിയോസിറ്റി? പ്ലീസ് പറയേ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. എന്താ ഫ്ലാഷ് ബാക്കാ? എങ്ങനെ അളിയ, എത്ര പേര് റോസ വെച്ചിരുന്നാലും ആ റോസല നിന്നെ നോക്കി വെച്ചിരിക്കുന്നത്. ഫോളോ ചെയ്തോ, പിക്കപ്പ് ആവും. കറുപ്പാണെങ്കിലും കറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പഴേ ഫോളോ ചെയ്യാം. എന്നെന്നും പുഞ്ചിരി. ഏഞ്ചൽ, എനിക്കിതിന് ഇഷ്ടമല്ല. നീ അഴകാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അഴകല്ല. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആലോചിച്ചിട്ട് പറ. ഹേയ് ഹേയ്, ഹലോ. ഏഞ്ചൽ, എന്നെ പോലത്തെ ചെക്കന്മാരെ കണ്ടാ ഇഷ്ടപ്പെടില്ല. കണ്ട് ഇഷ്ടം തോന്നുള്ളൂ. പക്ഷെ നിന്നെ പോലത്തെ പെണ്ണുങ്ങളെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും എനിക്ക് നിന്നോട് എന്തുകൊണ്ടാ ഇഷ്ടമെന്നറിയാമോ? ഐ വാണ്ട് ടു മാരി യു. ഹേയ് ഏഞ്ചൽ, നിന്നോടാ പറഞ്ഞു കേട്ടില്ലേ? ആ പെണ്ണ് നിന്നെയല്ല സൈറ്റ് അടിച്ചത്. പിന്നെന്താ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തെ? എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. ബ്രദർ, നിങ്ങൾ എന്തോരം ഗെറ്റപ്പ് മാറ്റി നിങ്ങളുടെ പ്രേമം ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല പെണ്ണ്. അതെന്താ ബ്രദർ? കാരണം ആ കൊച്ചിന് കാത് കേൾക്കത്തില്ല. അയ്യോ, അവൾക്ക് കാതില്ലെങ്കിൽ എന്താ? എന്റെ അടുത്ത് നല്ലൊരു മനസ്സുണ്ട്. അത് മാത്രമല്ല, എനിക്ക് നല്ല 2 കാതുണ്ട്. ഒന്ന് എനിക്ക്, ഇനി ഒന്ന് എന്റെ ഏഞ്ചലിന്. എന്നാലും അവള് നിന്റെ പ്രേമം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതെന്താ? കാരണം അവൾ ഓൾറെഡി ഒരാളെ ലവ് ചെയ്യുന്നുണ്ട്. എടാ കളർ കൂടി കുട്ടി, വെറുതെ തമാശ പറയരുത്. സത്യമായിട്ട് പറയുന്നേ, അവൾ എന്നെയാണ് ലവ് ചെയ്യുന്നത്. ബ്രദറെ, ഫീൽ ചെയ്യില്ലേ ബ്രദറെ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പറഞ്ഞോളൂ. ഉരുളക്കിഴങ്ങിന് കൈയും കാലും വന്നതുപോലെ എന്നാലും ഉള്ള കോല വന്നിന്റെ. അങ്ങനെ എനിക്കില്ലാത്തത് എന്താ നിനക്കുള്ളത്? ഉണ്ട്. അതുപോലെ തന്നെ കാത് കേൾക്കുന്ന മെഷീൻ. അപ്പൊ തനിക്കും കാത് കേക്കില്ലേ? ഇത് 5000 രൂപയ്ക്ക് മേടിച്ചാ കൺഫേം ആയിട്ട് കേക്കില്ല. ഛേ, എടുത്തിട്. പിന്നെ ഇതിന് ഈ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ കണ്ട് ചിരിക്കുന്നത് അവള്. അതോ, അവള് കണ്ട് ചിരിച്ചിട്ട് പോയത് നിങ്ങളെയല്ല, പിന്നെ നിങ്ങളുടെ പിന്നിൽ നിന്ന് എന്നെയാണ്. ഇതുപോലത്തെ ഒരു ലവ് ഫെയിലിയർ സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. മതി നിർത്ത്. എന്തുപറ്റി? അല്ല, നിങ്ങളുടെ ഏരിയ വന്നില്ലേ? ആരെല്ലൊക്കെ കണ്ട ആവശ്യമില്ലാത്ത പ്രശ്നം വരില്ലേ? സാരില്ല, പിന്നെ അടുത്തന്നെ ഡ്രോപ്പ് ചെയ്യും. ആരെല്ലൊക്കെ കണ്ട തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചാ നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളാം. ഇതിനൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ കള്ളം പറയുന്നേ? I'm really in love with you. നിങ്ങൾ വെറുതെ കളിയാക്കാതെ തന്നെ. ജീവ, തുറന്നു പറയാ, I'm really in love with you. സത്യം കേട്ടോ? ഇപ്പഴേ വിശ്വാസായോ? വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേറെ ഒരു കിസ് തരുമോ? നിന്നെ
കാലത്തോട്ട് വയറ്റിന് നല്ല ടൈറ്റ്നസ് ആണ്. ഒരു കപ്പ് ചായ കുടിച്ചാൽ മതി, വയറ് ഫ്രീ ആയിക്കോളും. ഈ ചായക്കടക്കാരൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ചൊവ്വാഗ്രഹത്തിൽ ചായക്കട തുടങ്ങാൻ പോയതാണോ അവൻ? പറയാൻ പറ്റില്ല, മംഗൾയാനും മുന്നേ യൗമാരെ പോലുള്ളവർ അവിടെ പോയി ചായക്കട തുടങ്ങും. അവൻ എവിടെയെങ്കിലും പോട്ടെ, എനിക്കൊന്ന് പോകാനായിട്ടുള്ള വഴി പറ. നീ പേടിക്കണ്ട, പുറത്ത് പോകാനുള്ളത് ഞാൻ അകത്ത് പോയിട്ട് റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചാൽ നിനക്ക് എങ്ങനെയാ പോകുന്നത് നോക്കിക്കോ. അകത്ത് പോയി എന്ത് ചെയ്യാനാവൻ? എന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചാൽ ക്ലിയർ ആയിക്കോളും. പെട്ടെന്ന് പെട്ടെന്ന്. ഇന്നാ സ്പെഷ്യൽ ടീ ഇതാ. വേണ്ട. ഓക്കെ, ചിയേഴ്സ്. ആ എടോ, താനെന്താ കട പബ്ലിക് ടോയ്ലറ്റ് പോലെ തുറന്നു വെച്ചങ്ങ് പോയേ? താനിട്ട ചായ കുടിക്കാൻ പറ്റാതെ അവൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയോ? അവസാനം ഞാൻ തന്നെ ഇട്ട് കൊടുത്തു. അയാളുടെ ചായക്കാൾ നിന്റെ ചായ നല്ല രസമുണ്ടാ. അല്ല, ഞാൻ പാൽ ഇപ്പോഴാണല്ലോ മേടിച്ചോണ്ട് വരുന്നത്, പിന്നെ എങ്ങനെ ചായ ഇട്ടെ? താനിവിടെ ഒഴിച്ചു വെച്ചിരുന്നല്ലോ, അത് ചൂടാക്കി കൊടുത്തു. അത് ചായയല്ല, ചായ കഴിക്കാൻ വെള്ളമാ. എന്റെ മുഖത്ത് തുപ്പോടോ നീ. നിന്നെ ഞാൻ രക്തോ ആരടാ എന്നെ കല്ലുകൊണ്ട് പറഞ്ഞേ? ഉഴുന്നുവട കൊണ്ട് എറിഞ്ഞപ്പോ അയാളുടെ തല പൊട്ടിയല്ലോ. പരിപ്പുവട കൊണ്ടെങ്ങാനും എറിഞ്ഞിരുന്നെങ്കിൽ ഇത് കൊലക്കേസായനെ. അവനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ, തൊലിക്കൊന്നളെ ഞാൻ. ഓ, അവളടാ ഒരു മിസ് കോൾ നിന്ന്. അവള് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും മിസ് കോൾ മാത്രമേ അടിക്കൂ. ശരി, ലൗഡ് സ്പീക്കർ ഇടാം. കേൾക്കുന്നോ? എല്ലാരും കേൾക്കുക. ഇതെന്താടാ റിമീറ്റമ്മയുടെ വോയിസോ? പറയുമ്പോ അവൻ കേക്കില്ലല്ലോ, നീ ഇട്. ഹായ് ജീവ, എവിടെയാ ഇപ്പോ? ഞാനിവിടെ മുത്തേ ഓഫീസില്. ഇന്ന് എന്ത് ദിവസാന്നറിയോ? എന്റെ അമ്മായി ഒളിച്ചോടിയ ദിവസം. വാ മൂടാ. അറിഞ്ഞൂടെ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇന്ന് നിന്റെ സാലറി ഡേ ആണ്. ഓ, സാലറി ഡേ ആയിരുന്നോ? അതൊക്കെ ഞാൻ ഓർമ്മ വെക്കാറൊന്നും ഇല്ല. കിട്ടിയാലല്ലേ. ആരാ അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അത് ഈ ജോലിയും കൂലിയില്ലാത്തവരെ. ഇന്ന് വൈകുന്നേരം ഞാനും നീയും കൂടി ഐനോക്സിലെ സിനിമ കാണാൻ പോവാട്ടോ. സിനിമയ്ക്കോ? അയ്യോ, എനിക്കിന്ന് ഓഫീസിൽ ഒരു മുഖ്യമായ മീറ്റിംഗ് ഉണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ട. വൈകുന്നേരം നീ വരും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഹേയ് സംഗീ. തുടക്കത്തിൽ എല്ലാ പെൺകുട്ടികളും സിനിമാ തിയേറ്ററിലേക്ക് തന്നെയാ വിളിക്കുക. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട അവസ്ഥയാവും. 100% സത്യമാ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണെ, തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും. വരണം മിസ്റ്റർ, വരണം. പിന്നെ സാർ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, പേര് അനിരുദ്ധ്. ഞങ്ങളൊക്കെ ഷോർട്ടായിട്ട് ആന്റിവൈറസ് എന്നാ വിളിക്കാറ്. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആണോ? വളയ്ക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ്, ആന്റിമാരെ. അപ്പോ തന്റെ നമ്പർ എനിക്കത് വേണം. പിന്നെ അളിയ, ഇത് ഞങ്ങളുടെ ബോസ്, പേര് ദണ്ഡായുധ പണി. അപ്പൊ ഷോർട്ടാകുമ്പോ ഈ തണ്ടെന്നൊക്കെ കോമഡി എന്ന പേരിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങൾ ചിരിച്ചു കൊടുക്കുക. എന്താ ജീവ, എന്തിനാ ട്രീറ്റ്? അല്ല സാറേ, എനിക്ക് നിങ്ങൾ കാരണല്ലേ ജോലി കിട്ടിയത്. അതുകൊണ്ട് ആദ്യത്തെ ശമ്പളം വന്ന ഉടനെ നിങ്ങൾക്കൊരു ട്രീറ്റ്. എന്തിനാണോ ഈ ഫോർമാലിറ്റീസ്? അപ്പൊ വേണ്ടേ, എന്നാ പിന്നെ പോയേക്കാം. ഇരിക്കുന്ന എന്തായാലും വന്നല്ലേ നമ്മളിവിടെ. ഒരേ ഒരു ഡൗട്ട്, ഒരു ബോട്ടില് ഒരു ഗ്ലാസ്. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? നിങ്ങളുടെ മുന്നിൽ വെച്ച് കുടിക്കുന്നത് അത്രയും മര്യാദയുള്ള കാര്യമല്ലല്ലോ. വെള്ളം അടിക്കാൻ വന്നാൽ എല്ലാരും സെയിമാ. ഈ ബഹുമാനമൊക്കെ മനസ്സിനകത്ത് മതി. സൂപ്പർ ദണ്ഡ പണി. ഒരു 3 ഗ്ലാസ് കൊണ്ടുവന്നേ. വാ പെട്ടെന്ന്. എങ്ങനെയുണ്ട്? എന്തായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പോവല്ലേ? ഒഴിക്കളിയാ. ഇങ്ങനെ തട്ടിട്ട് എന്താണ് കാണിക്കുന്നെ? കോഴിയുടെ കഴുത്തൊക്കെ തിരിക്കുന്നതാണല്ലോ തിരിക്കുന്നത്. കുടിച്ചിട്ട് തന്റെ കഴുത്തിന് പിടിക്കാം. എങ്ങനെ? സൂപ്പർ ആ സൂപ്പർ. വായ നടക്കി വെക്കി. ആ വെള്ളം ഒഴിക്ക് വേഗം. ഒരു മിനിറ്റ് സാർ, മദ്യപിക്കുമ്പോ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ട് കുടിച്ചാ കിക്ക് നല്ലോണം കൂടും. ഞങ്ങളെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ, ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളാണെന്ന് തോന്നുന്നു. എല്ലാം ഓരോന്നോരോന്നായിട്ടങ്ങ് പറഞ്ഞോട്ടെ. അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്ത് സാധനം വെച്ചാൽ മതി, അതിന്റെ സൈഡ് ഡിഷാണ് നിന്റെ അപ്പനാണ് വെക്കുന്നത്. എടുത്തോണ്ട് വാടാ. ചുമ്മാ കൊണന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എത്ര നേരമായി. നിങ്ങൾ ആരംഭിച്ചോ? നിക്ക് അങ്ങനെ കുടിക്കാൻ തുടങ്ങല്ലേ. അതെന്തായി അത് പറഞ്ഞേ. ഈ 1972, അതായത് 1900. ഫോൺ കട്ടി. ഇമ്പോർട്ടന്റ് കഥയല്ലേ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നേ. കട്ടിയിടാ. നിങ്ങൾ ആരംഭിച്ചോ? ഒരു മിനിറ്റ്. എപ്പോഴും ഇങ്ങനെ കുടിക്കണം എന്ന് മാത്രം ചിന്തിക്കല്ലേ. തന്റെ അനുഭവമൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വീണ് ചിരിക്കണം. വേഗം പറ. ഈ 1972, അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോ അച്ചാർ കൊണ്ടുപോടാ. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. അച്ചാറിനെ പോലെ ഒരു ടച്ചിങ്സ് ഈ ലോകത്ത് വേറെ ഇല്ല. ഒറ്റ തവണ തൊട്ട് നോക്കി ഒരു ഫുൾ തന്നെ കുടിച്ചു തീർക്കാം. ഒരു മിനിറ്റ്. താൻ ആരംഭിക്കണോ? ഈ 1972, 1970. ഒരു ഇമ്പോർട്ടന്റ് ഫോൺ കോൾ. എടാ, ഇൻട്രസ്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഇനി ഫോണേ വരാൻ പറ്റില്ല, സ്വിച്ച് ഓഫ്. സർ ഗ്യാപ്പിൽ ഇത് അടിച്ചോ? പറ സാറേ. ഇങ്ങോട്ട് നോക്ക്. ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും നാക്കി തൊട്ടില്ലല്ലോ. ഇത് ന്യായമാണോ? ഈ ബാറിൽ വാസ്തു ശരിയല്ല, ഒരേ പ്രശ്നങ്ങൾ തന്നെ.
അടുത്ത മാസം നമ്മൾ ഹൈദരാബാദ് പോകുന്നുണ്ടല്ലോ, അവിടെ വന്ന് എന്റെ മുഴുവൻ കഥയും ഞാൻ അപ്പം പറയാം. ഓക്കെ. ട്രീറ്റ് സൂപ്പർ സൂപ്പർ. ഇവനൊക്കെ വിളിച്ചപ്പോ വന്ന് എന്നെ വേണം പറയാൻ. സാർ എന്റെ ഫോണ്. അളിയ in 1972 1972 ഓക്കെ. സോറി ഒരു 1000 ടൈംസ് സോറി. സംഗീത, ഞാൻ പറയുന്നത് കേൾക്ക. നിന്റെ അടുത്തൊന്നും എനിക്ക് ഒരു സോറിയും കേൾക്കണ്ട. സംഗീത, ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, അതാ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ നിനക്ക് ഓഫീസ് ഇമ്പോർട്ടന്റ്, ഞാനല്ല ഇമ്പോർട്ടന്റ്. പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഓഫീസിനെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നോ. സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ചുമ്മാ എന്നെ ശല്യം ചെയ്യാതെ. സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ഓട്ടോ. ഹായ്. ഈ ഡ്രസ്സില് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. എന്ത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? നല്ല മണമുണ്ടല്ലോ. മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഞങ്ങൾ വളരെ ഡീസന്റ് ഫാമിലിയിൽ നിന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതെനിക്ക് അറിയാവുന്ന കൊച്ചാ. എല്ലാം അറിയുന്നോ? എന്റെ മുന്നിൽ വെച്ച് എന്റെ പെണ്ണിന് ഉമ്മ കൊടുക്കുമല്ലേ? ഞാൻ ആരെന്നറിയോ? നിന്നുണ്ടല്ലോ പറയുന്നൊക്കെ എന്റെ ജീവൻ എന്റെ ദേഹത്തോട്ടല്ലേ ഇതിന് അനുഭവിച്ചിരിക്കണോ? എന്താ ഓരോ പറയുന്നൊക്കെ പബ്ലിക്കായിട്ട് തല്ലിയല്ലേ? നിന്നെ അടുത്തോളടാ. നാട്ടു റോഡിലെ റൗഡിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നേ. നിന്നെ ഒരുത്തും കയറി ഞോണ്ടും, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കണം. ഷെയർ ഓട്ടോയ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? മനസ്സിലാക്ക് ജീവ. അങ്ങനെ ആരെയും തൊടാതെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ തനിച്ച് സ്കൂട്ടറിൽ പോകേണ്ടി വരും. സ്കൂട്ടറിൽ പോണല്ലേ? ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോളം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഉന്നം മറന്ന തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് അങ്ങോട്ട് കുടിക്കടാ. പാട്ട് കട്ട്. പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് ഇത്ര സ്നേഹം കാണിക്കുന്നേ? നീ ആരടാ? എന്റെ മുത്താടാ, എന്റെ ചെങ്ങായാടാ, എന്റെ സ്നേഹിതനാടാ. മൂന്നൊന്നു തന്നെയാടാ. ആദ്യം ചിക്കൻ ഓർഡർ ചെയ്യടാ. ഡാ, ഇന്ന് ചൊവ്വാഴ്ചയാ, ഇന്ന് ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല. കലണ്ടറിൽ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് കണ്ടില്ലല്ലോ. അതിരിക്കട്ടെ, ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്യുമ്പോ നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഒഴികെ ഈ ശരീരത്തിലുള്ള എല്ലാ സ്പെയർ പാർട്സും ഞാൻ തരുവടാ. ആ വൃത്തിയോടൊക്കെ എനിക്കൊന്നും വേണ്ട. വിശ്വാസല്ലേ? നിക്കടാ, ഇങ്ങോട്ട് വന്നേ. നിനക്ക് വേണ്ടി കണ്ടാമൃഗത്തിന്റെ മോന്ത കിട്ടി ഞാൻ ഇടിക്കട്ടെ. ഇത് ഓൾറെഡി ചായക്കട വെച്ച് നീ എറിഞ്ഞുടച്ച മോന്ത. പോയിക്കോ. എന്താടാ, നിനക്ക് ഇനിയും വിശ്വാസമില്ലേ? വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് ജയിലിൽ പോട്ടെ. ഒരു റൗണ്ട് നിന്നെ പിച്ചും പേയും പറയണോടാ. ഓ, അത് പോസിബിൾ അല്ല അല്ലേ? ഡാ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഈ തല പണയം വെക്കാടാ. ഈ നാറ്റം പിടിച്ച തല ഒന്ന് കുനിഞ്ഞപ്പോഴേക്കും നീ മാല അഴിച്ചോ? അല്ല, ഒരാഴ്ചയായിട്ട് അവൾ എനിക്ക് സ്കൂട്ടി വേണം ചോദിക്കുവായിരുന്നു. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് നന്നായിരിക്കത്തില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നേക്കാം കേട്ടോ. സ്കൂട്ടിയോ? യു നോട്ടി. ഈ ചെയിന് എടാ മഹാബാബി, നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയല്ലോടാ. അളിയ ഗോൾഡ് റിംഗ് ആണോടാ? കവറിംഗ് ആടാ. എന്തിനാ, വണ്ടിക്ക് പെട്രോൾ അടിക്കാനാണോ? ശരി, വാന്നാ പോവാ. സ്കൂട്ടറിനൊക്കെ ഇത്ര നേരം പൂജ ചെയ്യൂ? ലോറി എങ്ങനെ ആയിരുന്നെങ്കിൽ 2 ദിവസം നീണ്ടനെ. തൊഴുതോളൂ. അതേ ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രം വളരെ ആശുള്ള ക്ഷേത്രമാ. എത്രയും പെട്ടെന്ന് നിങ്ങൾ കാറ് വാങ്ങും. അതെ, ഇദ്ദേഹം ഇവിടെ ദിവസം വരാറുള്ളതാ. അതും TVS-ന്റെ സ്കൂട്ടി. എന്റെ വാക്ക് മറക്കണ്ട, കാറ് വാങ്ങും. മുരുക, ആര് വേണമെങ്കിലും കാർ വാങ്ങിക്കോട്ടെ, പക്ഷെ ഇവൻ ഒരിക്കലും വാങ്ങാൻ പാടില്ല. മാലയിടറാ, വേഗം ഇടടാ. വണ്ടിക്കിടടാ. ഓ, നല്ലോണം പ്രാർത്ഥിച്ചിട്ട് മാലയിടും. ഞാനെന്താ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുവാണോ? പ്രാർത്ഥിച്ചിട്ട് മാലയിടാൻ നിങ്ങൾ നന്നായിട്ട് വരും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, മൂടി കൊഴിയെന്ന് കരുതി ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത്, കണ്ണൊഴികെ ബാക്കിയെല്ലാം മൂടിക്കടിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആയുസിന് പ്രാധാന്യം കൊടുത്ത് ഓടിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞു വിട്. എന്താ ഒരു സ്വകാര്യം? അല്ല, ഒറ്റയ്ക്ക് റൗണ്ട് പോകാൻ പറ്റുമെന്നാ ചോദിച്ചു. എന്നാ ചായ കൊടുത്ത് പറഞ്ഞേക്കില്ല. എന്റെ കൂടെ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് അങ്ങ് പോണം. അതെ കളയാ. പിന്നെ പോകുന്ന വഴിക്ക് എനിക്കൊരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. അതും ഞാൻ ചെയ്യണം. എന്നാ പിന്നെ കാണാടാ. വണ്ടി നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് സ്റ്റാർട്ട് ആവട്ടെ. ഗ്യാപ്പ് കൂട്ടിരിക്കടാ. ബൈ. ചേട്ടാ, എന്താ, ഞാനും കയറട്ടെ? അല്ലല്ല, ഇരിക്കാൻ പറഞ്ഞല്ല. ഒറ്റയ്ക്ക് പോയില്ലേ, കഴിച്ചോണ്ട് പോയിക്കോളാൻ. ബൈ. 5 പവന്റെ ചെയിന് കൊടുത്ത് എനിക്ക് അവസാനം അരമുറി തേങ്ങ. അയ്യോ പാവാണേ, എന്തെങ്കിലും തരണേ. എന്നാ വാ,
തന്റെ കയ്യിൽ ഡ്രസ്സർ ഒന്നും എക്സ്ട്രാ കാണോ? അതും തോന്നുന്നു. തന്റെ കൂടെ എനിക്കും വന്നിരിക്കാനാ. വണ്ടി ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ വണ്ടി വാങ്ങിച്ചു തരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നു.